ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ ആ, ഉത്തരം നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ഭീഷ്മർ കൊടുത്തത് എന്നും അതിനുശേഷം അഞ്ചാമത്തെ ചോദ്യം എന്താണെന്നും ആറാമത്തെ ചോദ്യം എന്താണെന്നും അതിന് എന്തൊക്കെയാണ് ഉത്തരങ്ങൾ ഭീഷ്മർ കൊടുത്തതെന്നും നമുക്ക് നോക്കാം. ഉത്തരം നാലാമത്തെ ചോദ്യത്തിനുള്ളത് ഇങ്ങനെയാണ്: തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം സ്തുവൻ നാമ സഹസ്രേണ പുരുഷ സതതോതിതഃ. സ്തുവൻ നാമം എന്നാൽ ഭഗവാന്റെ ആ പവിത്രമായ നാമത്തെ, ച എന്നാൽ അതേ ആരാധനയോടുകൂടി, അർച്ചയാൻ ഭഗവാനെ സ്മരിക്കുന്നുവോ, ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ, അതേ പുരുഷനെ സാഷ്ടാംഗ പ്രണാമത്തിലൂടെ ഏതൊരു മനുഷ്യനാണോ ചെയ്യുന്നത്, ആ ഒരു സൃഷ്ടിക്കപ്പെട്ട ആ ഒരു പരമ ഭക്തന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും എത്തിച്ചേരുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം യുധിഷ്ഠിരൻ എന്താണ് ചോദിച്ചതെന്ന് നോക്കാം. കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മദഃ. കോ എന്നാൽ എന്താണ് ഭീഷ്മരുടെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ധർമ്മം? ഇതാണ് ചോദ്യം. അതുപോലെ തന്നെ ആറാമത്തെ ചോദ്യം ചോദിക്കുന്നത്, കിം ജവൻ മുച്യതേ ജന്തുർ ജന്മ സംസാര ബന്ധനാത്. കിം ഏതിലൂടെ, ജപം ചെയ്യുന്നതിലൂടെ, ജന്തു എന്നാൽ ജീവികൾക്ക്, ബന്ധനാത് സംസാരത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, മുച്യതേ അതിൽ നിന്നും വിമോചിതരാകുന്നു. ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അഞ്ചാമത്തെയും ആറാമത്തെ ചോദ്യത്തിന് ഭീഷ്മർ എന്താണ് ഉത്തരം നൽകിയതെന്ന്. അനാദിനിധനം ദാതും വിഷ്ണും സർവലോക മഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിഗോ ഭവേത്. അതായത് രണ്ട് ചോദ്യങ്ങൾക്കും ഒരേ ശ്ലോകത്തിലൂടെയാണ് ഉത്തരം നൽകുന്നത്. അതായത് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ഭഗവാന് ഒരു ആദിയോ അന്തമോ ഇല്ല, അതായത് ഒരു തുടക്കമോ അവസാനമോ ഇല്ല. ഭഗവാനാണ് ലോകത്തിലെ ഏറ്റവും പരമമായ ഒരു ഐശ്വര്യം, മഹേശ്വരം, എല്ലാത്തിലും മഹത്തായ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. എല്ലാ സൃഷ്ടിക്കും കാരണക്കാരൻ ഭഗവാനാണ്. സംസാരത്തിന്റെ ബന്ധനങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ കഴിയണമെങ്കിൽ അത് ഭഗവാനിന്റെ ആ പൂർണ്ണമായ ആ ഒരു വിശ്വാസത്തോടു കൂടെ ഉള്ള ഭക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവാൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനാണ്. ഭഗവാനെ ദിവസവും സഹസ്രനാമങ്ങളിലൂടെ ആരൊക്കെ ജപിക്കുന്നുവോ അവർക്ക് ലോകജ്ഞാനത്തെയും മഹത്വത്തെയും ലഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.